എൻ്റെ പേര് ബിപിൻ മോഹൻദാസ്. ഇത് ഐശ്വര്യ, എൻ്റെ വൈഫാണ്. റീസെൻ്റ്ലി ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബേബി ഉണ്ടായി, ബേബി ബോയ്. ജാനുവരി 5 അവൻ ജനിച്ചത്. അഹല്യ വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലായിരുന്നു അവൻ്റെ ജനനം. ഞങ്ങളുടെ ഡെലിവറി ജേണി സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങളൊപ്പം തന്നെ അഹല്യ വുമൺ ആൻഡ് ചൈൽഡ് കെയർ ഹോസ്പിറ്റലുണ്ടായി. അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് വളരെ എഫക്റ്റീവായിരുന്നു. അതായത് പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 4th മന്തിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു 1 day പ്രൊസീജിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അന്ന് അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ ആ പ്രൊസീജിയറിലൂടെ പോയി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് റിയലി അമേസിങ്. ഞങ്ങളുടെ ഡോക്ടർ വന്നിട്ട് സുശീല തമ്പി മാം ആയിരുന്നു. ഇത് ഈ 2 weeks കൂടുമ്പോൾ ഞങ്ങൾക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട ഡയറ്റുകളും കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബേബിയുടെ ഹെൽത്തിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ 20th വീക്കിൽ ഡെലിവറി ഉണ്ടായി. അപ്പോൾ അതിനുശേഷം കുഞ്ഞിനെ ഞങ്ങൾ NICU-ലായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഫെസിലിറ്റി ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 month ഉണ്ടായിരുന്നു. അതെല്ലാം നല്ലതായിരുന്നു. അത് നമുക്ക് നല്ല ടെൻഷൻ. ബട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും നഴ്സുമാരെല്ലാവരും നല്ല കെയറിങ് ആണ്. എന്താ പറയുക, നമ്മളെക്കാളും ശരിക്കും അവർ നന്നായി നോക്കും. നിങ്ങൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് കറക്റ്റായി പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് കേൾക്കുമ്പോൾ ഇതായിരിക്കും. പക്ഷെ നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് അയ്യോ ഈ പ്രിമേച്ചർ ബേബിയാണ്, അപ്പോൾ നമുക്കത് എന്താണെന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും. ബട്ട് അവരെ അവിടെ അത് നല്ലപോലെ കെയർ ചെയ്ത് ഞങ്ങൾക്ക് കൊച്ചിനെ കയ്യിൽ തന്നിട്ടുണ്ട്. ബേബി ഹെൽത്തിയാണ്. ഇവിടെ എന്താ പറയുക വെച്ചാൽ ഇവിടെ ഹൗസ് കീപ്പിംഗ് മുതൽ എന്താ പറയുക എല്ലാവരും അത്രയും നല്ല ഡോക്ടേഴ്സ് സ്റ്റാഫ്സ് എല്ലാവരും നല്ല കെയറിങ് ആണ്. എന്താ എപ്പോൾ 1 time 2 time 3 time നൈറ്റിൽ എപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ വന്ന് നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരും. ഈ പറഞ്ഞ പോലെ സ്റ്റാഫ്സ് തൊട്ടിട്ട് ഈവൻ നമ്മൾക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്സ്, വാച്ച്മെൻ, എവരിബഡി എല്ലാവരും ഞങ്ങളെ കണ്ടപ്പോൾ നല്ല രീതിയിൽ വിഷ് ചെയ്യും, തിരിച്ച് സംസാരിക്കും. നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇല്ല. 1 month ഇപ്പോൾ 1 month കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ തന്നെയാണ്, ഞാനും ഹസ്ബൻഡും 1 month ആയി ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കോളിൽ അപ്പുറത്തായിരുന്നു മാഡം ഉണ്ടായിരുന്നത്. എനിക്കായിരുന്നു സുശീല മാമിൻ്റെ. ഇവിടെയും എല്ലാം നല്ല രീതിയിൽ നടന്നു. ജയലക്ഷ്മി മാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സർജറി അങ്ങനെ എല്ലാ ഡോക്ടേഴ്സായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സായിട്ടാണെങ്കിൽ സ്റ്റാഫ് സൈഡാണെങ്കിൽ ശരി, എവരിബഡി ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ഞങ്ങൾ അതാ പറഞ്ഞു, ഈ ലൈഫിൽ ഞങ്ങൾ വലിയൊരു ടേണിംഗ് പോയിന്റാണ് ഞങ്ങളെ കുഞ്ഞ്. ആ കാര്യത്തിൽ ഇത്രത്തോളം നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന അഹല്യ വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ശരിക്കും ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു എന്താ പറയുക, വലിയൊരു പ്ലേസ് തന്നെയാണ്. ഇനി ഫർദർ ആയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങോട്ട് വരാം. താങ്ക് യു.